കന്നഡ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. കന്നഡ എന്ന് വിളിച്ചു പറയുന്നു. അവൻ ജനിക്കുന്നതിന് മുൻപ് ഞാൻ കന്നഡ ഗാനങ്ങൾ പാടി തുടങ്ങിയതാണ്. പഹൽഗാമിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇതാണ് കാരണം. കർണാടകയിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ ഗായകൻ സോനു നിഗം നടത്തിയ പ്രതികരണം വലിയ വിവാദമായിരുന്നു. അയാൾ ഭാഷാ നിന്ദയാണ് നടത്തിയതെന്ന പരാതിയും വന്നു. കർണാടക രക്ഷണവേദിക എന്ന സംഘടനയാണ് ഗായകൻ സോനു നിഗത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഭാഷയെ ചൊല്ലിയുള്ള നിരവധി തർക്കങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക. ഓട്ടോ ഡ്രൈവർമാരും കന്നഡ സംസാരിക്കാത്ത യാത്രക്കാരും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും വാർത്തയാകാറുണ്ട്. പലപ്പോഴും ഭാഷയെ ചൊല്ലിയുള്ള കയ്യാങ്കളികളും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗളൂരു ഈസ്റ്റ് പോയിന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന സംഗീത പരിപാടിക്കിടെയാണ് പിന്നണി ഗായകൻ സോനു നിഗമിന് പരുഷമായ വാക്കുകൾ നേരിടേണ്ടി വന്നത്. ഹിന്ദി ഹിറ്റുകളിലൊന്ന് പാടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു വിദ്യാർത്ഥി കന്നഡ ഗാനം പാടണമെന്ന് രോഷത്തോടെ ആവശ്യപ്പെട്ടത്. വിദ്യാർത്ഥിക്ക് വേദിയിൽ വെച്ച് സോനു നിഗം നൽകിയ മറുപടി വൈറലായി. ഈ നഗരത്തിൽ വരുമ്പോഴെല്ലാം താൻ വളരെയധികം സ്നേഹത്തോടെയാണ് വരുന്നത്. തന്റെ കരിയറിൽ താൻ വിവിധ ഭാഷകളിൽ പാടിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പാടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഗാനങ്ങൾ കന്നഡ ഭാഷയിലാണ്. കർണാടകക്കാർ തന്നെ അവരുടെ കുടുംബത്തെ പോലെയാണ് പരിഗണിച്ചത്. എന്നാൽ തന്റെ കരിയറിന്റെ അത്ര പോലും പ്രായമില്ലാത്ത ഒരു കുട്ടി കന്നഡയിൽ പാടാൻ ഭീഷണിപ്പെടുത്തുന്നത് ഇഷ്ടമായില്ലെന്ന് സോനു നിഗം പറഞ്ഞു. I have devised a beautiful show for you. I want to give all my songs to you. You cannot be shouting over there. This is not some... പഹൽഗാമിലെ സംഭവത്തിന് പിന്നിലെ കാരണം ഇതാണ്. നിങ്ങളുടെ മുന്നിൽ ആരാണ് നിൽക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നായിരുന്നു സോനുവിന്റെ വിവാദമായ വാക്കുകൾ. വിദ്യാർത്ഥിയുടെ വിദ്വേഷത്തെ പഹൽഗാം സംഭവവുമായി താരതമ്യം ചെയ്തതാണ് വിവാദമായത്. സോഷ്യൽ മീഡിയയിൽ സോനു നിഗമിന്റെ വാക്കുകൾ വ്യാപകമായി പ്രചരിച്ചു. കേവലം ഒരു അഭ്യർത്ഥനയെ ഭീകരാക്രമണവുമായി ഉപമിച്ചത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ കന്നഡവാദികൾ പങ്കുവച്ചത്. ഗായകന്റെ വാക്കുകൾ കന്നഡ അഭിമാനത്തെ അസഹിഷ്ണുതയായി സാമ്യപ്പെടുത്തിയെന്നും കന്നഡിഗരെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നുവെന്നും ഇത് കർണാടകയിലെ സാമുദായിക ഐക്യത്തിന് ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു. ശത്രുത പ്രോത്സാഹിപ്പിക്കുക, കുറ്റകരമായ അപകീർത്തിപ്പെടുത്തൽ, ഭാഷാവികാരം വ്രണപ്പെടുത്തൽ എന്നിവയ്ക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം ഗായകനെതിരെ കേസെടുക്കണമെന്ന് സംഘടനാ നേതാവ് ധർമ്മരാജ് പോലീസിനോട് ആവശ്യപ്പെട്ടു. National Desk, News 18.